ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനൊരു അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ലേ ഇത് എന്ത് അച്ചാറാണെന്ന്. ലൂബിക്കയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായി കാണാം കേട്ടോ. അപ്പോൾ ലൂബിക്കൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കുറേ 2-3 മണിക്കൂർ നേരമൊക്കെ വെച്ചതിന് ശേഷം ഒന്ന് വെയിലത്തിട്ട് ഉണക്കിയതാണ് കേട്ടോ. ഇത് 2 ദിവസം 3 ദിവസമൊക്കെ ഉണക്കിയിട്ടത്. 2 ദിവസം 3 ദിവസം തന്നെ നമ്മൾ 3 ദിവസം എന്നാൽ കുറച്ച് നേരം ഉണക്കണുള്ളൂ, നല്ല വെയിലുള്ള സമയത്ത് ഇട്ടാൽ. അങ്ങനെ അതൊക്കെ ഉണങ്ങിയതിന് ശേഷം ഒരു ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് കത്തിച്ച് ചൂടായതിന് ശേഷം കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്ത്, എണ്ണ കുറച്ച് അധികം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് കുറച്ച് കടുക് നിർബന്ധമൊന്നുമില്ല, കുറച്ച് കടുക് ഇട്ട് കൊടുത്ത്, പിന്നെ നല്ലൊരു പൊടി വെളുത്തുള്ളി നടുവൊക്കെ ഒന്ന് കീറിയതാണ് കേട്ടോ. തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതും ഇട്ട് കൊടുത്ത്, പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത് അതും ഇട്ട് കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ആദ്യം വെളുത്തുള്ളി കുറച്ച് നേരം ഇളക്കിയതിന് ശേഷമാണ് ഇഞ്ചി ഇട്ട് കൊടുത്തത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു മീഡിയം തീയിലാണ് ഇട്ടിട്ടുള്ളത്. ഇനി ഇതിലേക്ക് പച്ചമുളക് ഒരു 4 പച്ചമുളക് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നതിന് ശേഷം നമുക്ക് ലൂബിക്ക ഇട്ട് കൊടുക്കാം കേട്ടോ. ലൂബിക്ക ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കട്ടെ. അതിൻ്റെ ഈ കളർ ഒന്ന് മാറണ വരെ കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. എന്താട്ടോ, അപ്പോൾ അതിങ്ങനെ ഇളക്കി കൊടുക്കട്ടോ. തീ കൂട്ടി വെക്കരുത് കേട്ടോ, അപ്പോൾ കരിയും. ഒരു മീഡിയം തീയിലോ, തീ കുറച്ചിട്ടാകുമ്പോൾ കുറച്ച് സമയം ഒരു മീഡിയം തീയിലൊക്കെ ആക്കി വെച്ചാൽ മതി. അപ്പോൾ അതിങ്ങനെ കളർ ഇങ്ങനെ ചേഞ്ചായി വരും കേട്ടോ. അതുവരെ ഒന്നുകൊണ്ട് മൂത്ത് വരുന്ന മാതിരി കണ്ട. അപ്പോൾ അതിൻ്റെ കളറൊക്കെ അതുപോലെ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ അച്ചാർ പൊടിയായിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഞാനൊരു 4 ടേബിൾ സ്പൂൺ അച്ചാർ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഈസ്റ്റേണിൻ്റെ അച്ചാർ പൊടിയും പിന്നെ വേറെ ഏതൊരു കമ്പനീൻ്റെ അച്ചാർ പൊടിയാണ് കേട്ടോ പിന്നെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിലുള്ള കുറച്ചുണ്ടായിരുന്നുള്ളൂ, അപ്പോൾ അത് ആദ്യം ഇട്ട് കൊടുത്ത് അതിൻ്റെ ഇതിന് കളർ വ്യത്യാസമുണ്ട് കണ്ട. അപ്പോൾ ഇനി അച്ചാർ പൊടി കുറച്ചിട്ട് കൊടുത്തിട്ട് ബാക്കി മുളക് പൊടി ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാൻ ഫുള്ളായിട്ടും അച്ചാർ പൊടി തന്നെ ഇട്ട് കൊടുത്തേക്കണേ. അത് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഇനി ഇപ്പോൾ പച്ചമുളകൊക്കെ ഒന്ന് മാറി വന്നാൽ അതില്ല. പിന്നെ നമ്മൾ ലൂബിയൊക്കെ കുറച്ച് നേരം ആദ്യം ഒന്ന് ഇളക്കിയെടുത്തതാണല്ലോ. കുറച്ച് നേരം അതിന് ശേഷം ഇതിലേക്ക് കായപ്പൊടി ഉലുവാപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതൊരു ടീസ്പൂൺ നിറയെ കായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി സുർക്ക ഒഴിച്ച് കൊടുത്തിട്ടോ. സുർക്ക ആദ്യം കുറച്ച് ഒഴിച്ച് കൊടുത്ത്, അപ്പോൾ കുറവാന്ന് തോന്നിയപ്പോൾ കുറച്ചും കൂടി ഒഴിച്ചിട്ട് നല്ലൊന്നുണ്ട് തിളച്ചതിന് ശേഷം നമുക്ക് തീ ഓഫാക്കാം കേട്ടോ. കണ്ട, ഇതിപ്പോൾ ഇപ്പോഴും അത്യാവശ്യം കട്ടിയുണ്ടെങ്കിൽ ഇതൊന്നും കൂടി തണുത്താൽ നല്ല കട്ടിയായി വരും കേട്ടോ. പിന്നെ ഉപ്പ് ഇട്ട് ഉണക്കിയത് കാരണം പിന്നെ കുറച്ച് ഉപ്പ് പിന്നെ ഇട്ട് കൊടുത്തിട്ട് ആദ്യം കുറച്ചിട്ട് കൊടുത്ത് പിന്നെ കുറച്ചും ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ആദ്യം ഇട്ട് കൊടുത്തത് കൂടാതെ പിന്നെ കുറച്ചിട്ട് കൊടുത്തിട്ടാ. പിന്നെ തൊട്ടാ പിറ്റേ ദിവസം ഇത് ഇങ്ങനെ ഉണ്ട്, അതിൻ്റെ അവസ്ഥ നല്ല കട്ടിയായിട്ടുണ്ട്. പക്ഷെ ഉപ്പ് ഇങ്ങനെ കുറഞ്ഞ് വരാം. വീണ്ടും ഉപ്പ് ഇട്ട് കൊടുത്ത്, കാരണം നല്ല പുളി ഉണ്ട് ഇത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റും ഉണ്ട് കഴിക്കാൻ. അപ്പോൾ എന്നാൽ ശരി, എല്ലാവരോടും ബൈ, അസ്സലാമു അലൈക്കും.